ഒരിക്കല് ക്ലാസ്സിലൊരു ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? രാഹുൽ എഴുന്നേറ്റ് നിന്നു. വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം? നിനക്ക് ആരാകണടാ? അപ്പൊ രാഹുൽ പറയാണ്, എനിക്കൊരു കോടീശ്വരനാകണം, 365 കാറ് വേണം. 365 കാറാ? അതെന്തിനാടാ? ഓരോ ദിവസം ഓരോ കാറിൽ. എന്റെ അമ്മേ. പിന്നെ എനിക്ക് 7 വീട് വേണം. എന്തിനാ? ഓരോ ദിവസവും ഓരോ വീട്ടിൽ താമസിക്കാൻ. അമ്മോ. എനിക്കൊരു പ്ലെയിൻ വേണം. എന്തിനാ? എനിക്ക് ആകാശത്തോടെ സഞ്ചരിക്കാൻ. പിന്നെ എനിക്കൊരു 30 ബാങ്ക് അക്കൗണ്ടും വേണം, കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ. ടീച്ചർ ചോദിച്ചു, നിന്നോട് എസ് എഴുതാനല്ല പറഞ്ഞത്, നിനക്ക് ആരാവണം എന്നാണ് ഈ ചോദിച്ചത്. നീ ഇത് അപ്പൊ പറഞ്ഞു, നീ അവിടെ ഇരിക്കണ പ്രിയ മോൾ എഴുന്നേറ്റ് മോള് പറ, നിനക്ക് ആരാകണം? ഇവൻ പറഞ്ഞ പോലെ ഒന്നും പറയരുത് കേട്ടോ. ഇല്ല സാർ. മോൾക്ക് ആരാവണം? എനിക്കോ? മോൾക്ക് ആരാവണം? എനിക്ക് രാഹുലിന്റെ ഭാര്യ ആയാൽ മതി. ഇതാണ് ഈ ലോകം. മനുഷ്യൻ വിചാരിക്കുന്നത് ഈ അവനെ കെട്ടിയാൽ ഇവളെ കെട്ടിയാൽ അല്ല. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനാണ് ഈ ശരീരത്തെക്കാൾ വില. ശരീരത്തിന്റെ നിറമല്ല, ശരീരത്തിലെ വസ്ത്രമല്ല, കഴുത്തിലെ ആഭരണങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് വില. നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിലെ നന്മയാണ് നിങ്ങളെ ആനന്ദിക്കേണ്ടത്. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, ഇന്ന് പഞ്ചസാരയില്ല, അത് കെമിക്കലാണ്. ഉപ്പില്ല. ഉപ്പില് കടലേ കണ്ടിട്ടില്ല, അതും കെമിക്കലാണ്. ഇനി പാലില്ലടേ. ഇതെന്തോരം പശു കൊണ്ടുവിടുന്നത്? കലക്കി തരികയാണ് പാലില്. വെളിച്ചെണ്ണയില്ല. ഇങ്ങനെ ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പാലില്ല, പഞ്ചസാരയില്ല, വെളിച്ചെണ്ണയില്ല. പിന്നെ ഞാൻ ഈ കൃഷി നടത്തുന്ന സമയത്ത് കൃഷിക്ക് വളമിടാൻ വേണ്ടി കുറച്ച് ആട്ടുംകാട്ടം വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ആട്ടുംകാട്ടം വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോ എല്ലാം കാണണേ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ആട്ടുംകാട്ടം. ഇത് ഏതാടാ ഇത്ര ഫിനിഷിങ്ങിന് ആട്ടുകാട്ടണേന്ന് ഞാൻ ആലോചിച്ചു. നല്ല ഫിനിഷിങ് എന്ത് ആട്ടുംകാട്ടത്തിന്? അപ്പഴ മനസ്സിലാക്കണേ, കളിമണ്ണുകൊണ്ട് കുറെ ഉണ്ട പോലത്തെ കാഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് ആടിനെ കൊണ്ട് അതിൽ മുള്ളിക്കുക. ആട്ടുംകാട്ടല്ലേ, വെളിച്ചെണ്ണയില്ല. ഇതൊക്കെ ഞാനിങ്ങനെ പറയും. കോഴിയില്ല. കോഴിയില്ല. നിങ്ങൾ ആ കോഴിയുടെ മുട്ട കൊണ്ടുപോയി ചോദിക്കാൻ വിരിയില്ല. കാരണം അത് ചാത്തല കണ്ടിട്ട് പോലും ഇല്ല. നിങ്ങൾ തിന്നാൻ മുട്ടയിട. അതിൻ്റെ ഉള്ളിൽ കോഴി. നിങ്ങൾ കോഴി തിന്നിട്ടൊന്നും കാര്യമില്ല, അതിൽ കോഴിയില്ല. ഇത് പറയുമ്പോഴാണ് അങ്ങ് അകലൊരാൾ നിൽക്കണ്ടായിരുന്നു. അയാൾ ഈ വീൽ ചെയർമല നിക്കണേ. മനസ്സിലായല്ലോ? അയാൾ അവിടെ നിന്നിട്ട് ഉറക്കെ, അച്ചോ കള്ളിലച്ചു. അതയാളുടെ അനുഭവം. അതായത് കള്ളില്ല. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യനില്ല. ഭർത്താവ്, ഭാര്യ, മക്കൾ, കുടുംബം, അയൽക്കാർ. നിങ്ങൾ പറ, 100% വിശ്വസിക്കാവുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? 100% വിശ്വസിക്കാവുന്ന ഒരു മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേരെ കണ്ടെത്താൻ പറ്റും? പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്നറിയാം? അയൺ ബോക്സ് കണ്ടുപിടിച്ചോടുകൂടിയിട്ടാണ് ഈ ലോകം നശിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അയൺ ബോക്സ് ഇപ്പൊ എന്തൊട്ട് ചെയ്തു ഈ അച്ഛൻ പറയണേന്നാണ് നിങ്ങൾ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കണത്. അതെ, അയൺ ബോക്സ് ആണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്താ ഇങ്ങനെ പറയണ അച്ഛോ? ഉത്തരം പറയാം. അയൺ ബോക്സ് എന്തിനു ഉപയോഗിക്കണേ? മലയാളത്തിൽ പറയൂ, അവർക്ക് പറ. തുണിയല്ല മോനെ, വെറും തേപ്പാ. പ്രിയമുള്ളവരെ, തേപ്പ്. അവളെന്നെ തേച്ചു, ഇവളെന്നെ തേച്ചു. സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എത്രമാത്രം സ്നേഹമുണ്ട്. ചതികളല്ലേ പലപ്പോഴും സംഭവിക്കുന്നത്. എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു? എന്തുകൊണ്ട്? ചതി സഹിക്കാൻ പറ്റാത്ത ചതി. ഭർത്താവിനെ, ഭാര്യയെ, സഹോദരനെ, അപ്പനെ, അമ്മയെ. പണത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം. പണമല്ല, മനുഷ്യനാണ് വിലപ്പെട്ടത്. അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ചെയ്യലല്ല, അമ്മയ്ക്കാണ് വില എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിന്ന് കാലത്ത് 8:30 മണിക്ക് പോയതാണ് വടക്കുംചേരിയിലേക്ക്. അവിടെ ആട് ഗ്രാമത്തിന്റെ ഉദ്ഘാടനം.
കിഡ്നി ഫെഡറേഷൻ ഓഫ് നേതൃത്വത്തിൽ 7 ലക്ഷം രൂപ ചെലവഴിച്ച് 100 നിർധനരായ കുടുംബങ്ങൾക്ക് 100 ആടുകളെ കൊടുത്തിട്ടാണ് അച്ഛൻ വരുന്നത്. 6 മാസം മുമ്പ് ഞാൻ ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്തേക്ക് പോയി. അവിടെ കാലില്ലാത്ത 100 മനുഷ്യർക്ക്, കാലില്ലവർക്ക് ആർട്ടിഫിഷ്യൽ കാല് 2.5 കോടി രൂപ ചെലവഴിച്ച് അമേരിക്കയിൽ ഒരു സുഹൃത്ത് കൊടുക്കുന്ന ഫംഗ്ഷൻ പോയിരിക്കുകയായിരുന്നു. ഈ ലോകം നന്മ കൊണ്ട് നിറയണം, ചതിയും വഞ്ചനകളുമല്ല. പണം എനിക്കുണ്ടെങ്കിൽ അപരനു കൂടി കൊടുക്കാനുള്ളതാണ്. എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പങ്കുവെച്ചു കൊടുക്കാനുണ്ട്. എനിക്ക് അധികാരമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ളതാണ്. അപ്പൊ ഇന്ന് പിതാവ് പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ, എത്ര കാലണ്ടറോ ഈ ലൈഫ്. കുറച്ച് കഴിയുമ്പോ 4 കെട്ടും കെട്ടിയിട്ട് ഒരു പോക്ക് പോവും. 4 കെട്ടോ? 1 കെട്ടല്ലേ? 1 കെട്ട് നിങ്ങൾ കെട്ടി, അത് താലി കെട്ട്. ഇനി അടുത്ത കെട്ട് ആടി കെട്ട്, പിന്നത്തെ കെട്ട് കൈ കെട്ട്, പിന്നത്തെ കെട്ട് തള്ളവരല് കൂട്ടിക്കെട്ട്. ഈ 4 കെട്ട് കെട്ടിയിട്ടാണ് നമ്മൾ പോകുക. അത് ഏത് മനുഷ്യനും. അതിനാൽ ഈ ജീവിതം അപരന് വേണ്ടി ഫ്രാൻസിസ് സേവിയർ നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃക ഈശോ അതിമനോഹരമായി കാണിച്ചില്ലേ? പൗലോസിന്റെ വാക്കുകൾ അച്ഛനും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജീവിക്കുന്നെങ്കിൽ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, തനിക്ക് വേണ്ടി മാത്രം മരിക്കയില്ല. ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിന്റെ അർത്ഥം അപരന് വേണ്ടി കൂടി ജീവിക്കുക. അവനവന് ഭക്ഷണം വയറ് നിറച്ച് തിന്നാലല്ല, വയറ് നിറച്ച് തിന്നാതെ ഒന്നും കിട്ടാത്തവന് എന്റെ ഭക്ഷണം പങ്കുവെച്ചു കൊടുക്കുമ്പോൾ നിനക്ക് ക്വാളിറ്റി ഉണ്ടാകും. പിതാവ് പറഞ്ഞില്ലേ, മോർ ക്വാളിറ്റി. അതാണ് ക്വാളിറ്റി. എന്റെ വീട് വലുതാക്കുന്നതിലല്ല, എന്റെ കാർ മാറ്റി വിലപിടിപ്പുള്ള കാർ വാങ്ങിക്കുന്നതിലല്ല, എന്റെ മൊബൈൽ വലുത് വാങ്ങിക്കുന്നതിലല്ല, പഠിച്ച് ഞാൻ വലിയവനാകുന്നതിലല്ല പ്രിയമുള്ളവരെ, ചെറിയവനാകുന്നതിലാണ് മഹത്വം. അതാണ് ഗാന്ധിജിയും മദർ തെരേസയും ഫ്രാൻസിസ് അസീസിയും ഫ്രാൻസിസ് സേവറെ കാണിച്ചു തന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ കടന്നുപോയാൽ ആരും ഈ ലോകത്ത് നമ്മൾ ഓർക്കില്ല. പക്ഷേ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ മരിക്കില്ല. എന്നെ കൂടി പ്രാർത്ഥനയിൽ ഓർത്തോളട്ടെ. താങ്ക് യു വെരി മച്ച്.